തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണമുറപ്പിച്ചതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു അട്ടിമറിയുടെ സൂചനകൾ പുറത്തുവരുന്നു. ബി.ജെ.പിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥ ആർ. ശ്രീലേഖ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വാർത്തകൾ ബി.ജെ.പി. ക്യാമ്പിനെയും കേരള രാഷ്ട്രീയത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീലേഖയെ മുൻനിർത്തി വോട്ട് പിടിച്ച ബി.ജെ.പി. നേതൃത്വം അധികാരം കയ്യിൽ വന്നപ്പോൾ അവരെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു എന്ന വികാരമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ശ്രീലേഖ എത്തുമ്പോൾ ബി.ജെ.പി. നേതൃത്വം അവർക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പദവിയായിരുന്നു. തലസ്ഥാന നഗരിയുടെ ഭരണാധികാരിയായി പ്രഗത്ഭയായ ഒരു മുൻ ഉദ്യോഗസ്ഥ എത്തുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് അന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേക രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ലാതിരുന്നിട്ടും ശ്രീലേഖ മത്സരിച്ച വാർഡിൽ അവർ നേടിയത് വൻ ഭൂരിപക്ഷമായിരുന്നു. ജനങ്ങൾ അവരെ വലിയ തോതിൽ പിന്തുണച്ചത് വരാനിരിക്കുന്ന മേയർ എന്ന നിലയിൽ കൂടിയായിരുന്നു. എന്നാൽ ഭരണമുറപ്പായതോടെ ബി.ജെ.പി. നേതൃത്വം വാക്കുമാറ്റി. വി രാജേഷിനെ മേയറാക്കാനുള്ള തിടുക്കപ്പെട്ട തീരുമാനം പുറത്തു വന്നതോടെ താൻ ചതിക്കപ്പെട്ടുവെന്ന് ശ്രീലേഖ തിരിച്ചറിയുകയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ച് തന്നെ തന്റെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായി. മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ശ്രീലേഖ കൗൺസിൽ ഹാൾ വിട്ട് ഇറങ്ങിപ്പോയി. തുടർന്ന് നടന്ന ഡെപ്യൂട്ടി മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോലും കാത്തുനിൽക്കാൻ അവർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇരയാവുകയായിരുന്നു താനെന്ന കടുത്ത അമർഷം അവർ തിരിച്ചറിഞ്ഞത്. ശ്രീലേഖ ക്രിസ്മസ് ആഘോഷിച്ചത് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചതായും അതാണ് അവരെ മേയർ സ്ഥാനത്ത് നിന്ന് തഴയാൻ കാരണമായതെന്നും ഒരു വശത്ത് മറ്റൊരു ഗൗരവകരമായ ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. വിവാദങ്ങൾ തണുപ്പിക്കാനായി പുതിയ മേയർ വി രാജേഷ് ശ്രീലേഖയുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ നടന്നത് അത്യന്തം നാടകീയമായ സംഭവങ്ങളായിരുന്നു. തന്നെ കാണാനെത്തിയ രാജേഷിനെ സ്വീകരിക്കാനോ സൗഹൃദ സംഭാഷണത്തിനോ വേണ്ടി ശ്രീലേഖ മുതിർന്നില്ല. സമാധാനിപ്പിക്കാനെത്തിയ പാർട്ടി നേതാവിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നൽകാതെ ശ്രീലേഖ മടക്കി അയച്ചതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ശ്രീലേഖയുടെ ഈ നിലപാട് ബി.ജെ.പി. നേതൃത്വത്തോടുള്ള അവരുടെ അടങ്ങാത്ത പ്രതിഷേധത്തിന്റെ തെളിവായിട്ടാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നത്. തന്നെ വെറും ഒരു വോട്ട് പിടുത്തക്കാരിയായി മാത്രം കണ്ട നേതാക്കളോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഇനി താനില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ശ്രീലേഖ നൽകിയതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ശ്രീലേഖ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങി ബി.ജെ.പിയുടെ എല്ലാ ഉന്നത നേതാക്കളെയും അവർ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. ബി.ജെ.പി. എന്ന പ്രസ്ഥാനവുമായി ഇനി തനിക്കൊരു ബന്ധവുമില്ലെന്ന് അവർ പറയാതെ പറയുകയാണ്. വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരുപക്ഷെ സ്വതന്ത്രമായ നിലപാടിലേക്ക് അവർ മാറിയേക്കാം. ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾക്ക് കൂടുതൽ പ്രസക്തിയേറുന്നത്. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ യു.ഡി.എഫും എൽ.ഡി.എഫും കൈകോർക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ശ്രീലേഖ മാറുമോ എന്നതാണ് രാഷ്ട്രീയ ലോകത്തെ ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. കോൺഗ്രസ് നേതൃത്വവുമായി അവർ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയതായും വിവരങ്ങളുണ്ട്. തന്നെ ചതിച്ച ബി.ജെ.പിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ശ്രീലേഖ കോൺഗ്രസ് കൈപ്പത്തിയിൽ പിടിക്കാൻ തീരുമാനിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയായി മാറും. വഞ്ചിക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.